ഓക്കെ. നിരവധി സിനിമകളിൽ റെക്കോർഡിംഗ് അല്ലേ? എസ് ഐ ടെസ്റ്റ് എഴുതുകയും ചെയ്തു, 5 മാർക്കിന് തോറ്റുപോയി. കിട്ടിയായിരുന്നെങ്കിൽ അന്ന് എൻ്റെ കൂടെ എഴുതിയ ആളാണ് ഇപ്പോൾ പിറവ് എസ് ഐ. അവനെ ഞാൻ വൈക്കത്ത് അഷ്ടമിക്ക് വെച്ച് കണ്ടു. എടാ ഞാൻ നിന്റെ എസ് ഐ ആന്ന് പറഞ്ഞു. അപ്പം ഞാൻ കൂമൻ ചെയ്യുക, അല്ല ജയഗണേഷ് ചെയ്യുക. ഞാൻ പറഞ്ഞു എടാ ഞാൻ DYSP ആട്ടോ എന്ന് പറഞ്ഞു. ഞാനിപ്പോൾ ഓഡീഷൻ ചെല്ലുമ്പം പഴയ പിള്ളേർ ഇരിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പുതിയ പിള്ളേർ ഇരിക്കുന്നുണ്ടെങ്കിൽ അവർ പറയും 12 കാലമാണ് എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ പറഞ്ഞിരുന്നു പണ്ട്. ഇപ്പോൾ കൊണ്ടുപോകും, നമ്മളിരുന്നിട്ട് കാര്യമില്ല. ഇത്രയും പോലീസ് വേഷങ്ങൾ ചെയ്തു. അപ്പൊ ഈ ഒരു ടൈപ്പ് കാസ്റ്റിങ്ങിനെ പറ്റിയിട്ട് സിനിമയിലെ പറ്റി എന്താണ് പറയാനുള്ളത്? ഇതെങ്കിലും കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ നമുക്കൊരു ടാസ്ക് ചെയ്താലോ? പോലീസ് കഥാപാത്രം ചെയ്ത് ഒരു ഡയലോഗ് പറയാൻ പറ്റുമോ? ഇപ്പൊ ഏതായിരിക്കും ഞാൻ ആദ്യം പറയാൻ ശ്രമിക്കുക? സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അറിയാം, മ്യൂസിക്കും വരും. പിന്നെ നമ്മുടെ മോഹൻ തോമസിന്റെ ഉച്ചിഷ്ടമേദ്യം കൂട്ടിക്കുഴച്ച് മൃഷ്ടാനം വെട്ടിമിഴുങ്ങി ആസനത്തിൽ വാലും ചുരുട്ടിയിരിക്കുന്ന നിന്നെ പോലെയുള്ള ആ പേര് ചേരൂ. ഐ ആം ഭരത് ചന്ദ്ര. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. ആ എക്സ്പ്രഷൻ കൂടി വേണം. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. നിരവധി സിനിമകളിൽ ഒരു പ്രധാന കഥാപാത്രം ചെയ്യുകയും അതുപോലെ തന്നെ ഏറ്റവും പുതിയ ചിത്രമായ ജയ് ഗണേഷിൽ ഒരു പോലീസ് കഥാപാത്രമായി എത്തിയ വിനോദ് ബോസാണ് ഇന്ന് അബാക് മീഡിയയുടെ ഒരു പുതിയ എപ്പിസോഡിൽ നമ്മുടെ കൂടെ ഉള്ളത്. നമസ്കാരം ചേട്ടാ. നമസ്കാരം. അപ്പോൾ വിനോദ് ചേട്ടൻ്റെ ഇപ്പോൾ ഏറ്റവും പുതിയ ചിത്രമാണ് ജയ് ഗണേഷ് എന്ന് പറയുന്നത്. അതിൽ നിരവധി സിനിമകൾ മുൻപ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഒരു മുഴുനീള കഥാപാത്രമായി എത്തിയിട്ടുള്ളത് ജയ് ഗണേഷിലാണ്. അപ്പോൾ എന്താണ് ജയ് ഗണേഷിൻ്റെ ഒരു പുതിയ വിശേഷങ്ങൾ എന്ന് പറയുന്നത്? ജയ് ഗണേഷ് ഇപ്പോൾ തിയേറ്ററിൽ ഇപ്പോഴും ഇപ്പം ഇറങ്ങിയിട്ട് 4ാമത്തെ ആഴ്ചയാണ് എനിക്ക്. ഇപ്പോഴും നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ UK GCC കൺട്രീസിലൊക്കെ നല്ല രീതിയിൽ ഇപ്പം ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ അപ്ഡേഷൻസൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഉണ്ണിച്ചേട്ടൻ്റെ. അപ്പം നല്ല രീതിയിൽ നല്ല ക്രൗഡ് പുള്ളിങ് ഉണ്ട് അവിടെയൊക്കെ. കഴിഞ്ഞ ദിവസം സെൻട്രൽ മോളിലൊക്കെ ഹൗസ്ഫുള്ളാന്ന് പറഞ്ഞു കേട്ടു, ഫ്രണ്ട്സൊക്കെ കണ്ടിട്ട്. അപ്പോൾ ഒരു മുഴുനീള ഒരുപാട് പോലീസ് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിലും DYSP ആയിട്ട് ഒരു കഥയുടെ ഒരു മെയിൻ ക്യാരക്ടറാണ്, കഥയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന മെയിൻ ക്യാരക്ടർ തന്നെ ചെയ്യാൻ സാധിച്ചു. ഒരുപാട് സന്തോഷം, ഭയങ്കര ഹാപ്പി ആയിട്ട് പോകുന്നൊരു മൂമെൻ്റാണ്. ഓക്കെ. ഇപ്പോൾ ഈ ഒരു സന്തോഷ നിമിഷത്തിൽ ആ ഒരു കഥാപാത്രത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ചേട്ടന്? ഞങ്ങൾ ആക്ച്വലി സിനിമ കണ്ടവർക്കറിയാം, നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പോലും ഒരു സ്പെഷ്യൽ വിങ് എന്നുള്ള രീതിയിലാണ്. ഞങ്ങളുടെ ഒരു 3 പേരടങ്ങുന്ന ഒരുപാട് കോൺസ്റ്റബിൾസും SI ഒക്കെ ഉണ്ടെങ്കിലും പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് കൈകാര്യം ചെയ്യുന്നത് ഞങ്ങൾ 3 പേരാണ്. അപ്പോൾ അതിനകത്ത് എൻ്റെ ക്യാരക്ടർ സുഭാഷ് എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. ആ ക്യാരക്ടറിന് വേണ്ടിയിട്ട് എന്താ പറയുക, വളരെ പ്രാധാന്യമുള്ള സിനിമയായിട്ട് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പം ആ ഒരു സ്പെഷ്യൽ ഇൻട്രൊഡക്ഷന് ശേഷമാണ് ഞങ്ങളുടെ എൻട്രി തന്നെ. അത് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റി. രണ്ട് ഇമോഷൻസ് അതിനകത്ത് കൈകാര്യം ചെയ്യണം. ഒന്ന് ടെൻസ്ഡാണ് എങ്കിൽ കൂടി ഭയങ്കരമായിട്ട് ദേഷ്യം പ്രകടിപ്പിക്കേണ്ട അവസ്ഥയുണ്ട്. ഉണ്ണിച്ചേട്ടനോട് പോലും ഭയങ്കരമായിട്ട് കയർത്ത് സംസാരിക്കേണ്ട അവസ്ഥയുണ്ട്. പുള്ളിയെ പുച്ഛിക്കുന്ന സമയങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ വേരിയേഷൻസ് അതിൽ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഉണ്ണിച്ചേട്ടനെ നമ്മൾ പുച്ഛിക്കുകയും ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ പ്രേക്ഷകർ ശ്രദ്ധിക്കൂല. സ്വാഭാവികമായിട്ടും നായക കഥാപാത്രത്തെ അദ്ദേഹത്തോട് ദേഷ്യപ്പെടുക അല്ലെങ്കിൽ അദ്ദേഹത്തെ പുച്ഛിക്കുക എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഇവനേതാടാന്നുള്ളൊരു ചിന്തയിൽ ആൾക്കാർ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ക്യാരക്ടർ തന്നെയാണ്. പിന്നെ നമ്മളൊരു ഒരു ആക്ടർ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു ആക്ടറായി ചെയ്യുമ്പോൾ നമുക്കൊരു കഥാപാത്രമായി മാറുകയാണല്ലോ, അല്ലെ ഉണ്ണിമുകുന്ദനാണ് എന്നുള്ളത് ഒരു ഇതല്ലല്ലോ നമുക്ക് വരുന്നത് അല്ലേ? അപ്പോൾ ആക്ച്വലി എൻ്റെ മനസ്സിൽ ഉണ്ണിമുകുന്ദൻ എന്നുള്ള സാധനം തന്നെ ഉണ്ടായിരുന്നു. കാരണം എനിക്ക് നേരത്തെ കണ്ടുപരിചയം മാത്രമേ ഉള്ളൂ, പരിചയപ്പെട്ടിട്ടില്ല, ജസ്റ്റ് കണ്ടിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ. അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ഇതിനു മുമ്പ് ഭവൻ സ്കൂളിൽ ടീച്ചറായിരുന്നു. അപ്പോൾ ഞാൻ റിസൈൻ ചെയ്തു, യോഗ ടീച്ചറായിരുന്നു. എൻ്റെ MSc യോഗയിലാണ്. അപ്പോൾ ഞാൻ അവിടെ ഉണ്ണിച്ചേട്ടൻ ഗസ്റ്റായിട്ട് വന്നു കഴിഞ്ഞ വർഷം ഗസ്റ്റായിട്ട് വന്നിട്ട്. അപ്പോൾ എനിക്ക് ജസ്റ്റ് കാണാനേ പറ്റുള്ളൂ, ജസ്റ്റ് ഒരു ഷേക്ക് ഹാൻഡ് കൊടുക്കാനേ പറ്റുള്ളൂ. അപ്പോൾ എന്നോട് പലരും പറഞ്ഞു, ഞാനിങ്ങനെ സിനിമയുടെ പുറകെ നടക്കുന്ന ആളാണ്, അഭിനയിക്കുന്ന ആളാണെന്ന് അറിയാവുന്നതുകൊണ്ട് പലരും പറഞ്ഞു ഉണ്ണിമുകുന്ദനോട് പോയി സംസാരിക്കാൻ പാടില്ലായിരുന്നു, ചാൻസ് ചോദിക്കാൻ പാടില്ല, എല്ലാവരും അങ്ങനെ പറയും. ഇപ്പം ലാലേട്ടനെ കണ്ടാലും ആൾക്കാർ പറയും, അല്ലെങ്കിൽ ലാലേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുമെന്ന് പറയുമ്പോൾ ലാലേട്ടനോട് ചാൻസ് ചോദിക്കാൻ പറ്റില്ല എന്ന് ചോദിക്കും. പൊതുവെ ആൾക്കാരുടെ ഒരു ധാരണയാണ്, അല്ലെങ്കിൽ മെയിൻ ക്യാരക്ടർ ചെയ്യുന്ന ആളോട് പോയി ചാൻസ് ചോദിക്കുക, അപ്പോൾ അവർ വേഷം തരും എന്നൊക്കെയുള്ളൊരു ധാരണയുണ്ട് എല്ലാവർക്കും. പക്ഷേ അപ്പോൾ എന്നോട് അങ്ങനെ അന്ന് സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ 2-3 ടീച്ചേഴ്സ് പറഞ്ഞു ഉണ്ണിമുകുന്ദനോടൊന്ന് പോയി സംസാരിച്ചുകൂടെ, ചാൻസ് ചോദിച്ചില്ല. ഞാൻ വെറുതെ തള്ളി. അടുത്ത വർഷം ഈ സമയത്ത് ഞങ്ങളൊരു പടം ചെയ്യുന്നുണ്ട്, വെറുതെ ഒന്നുമില്ല. അങ്ങനെ ഒരു രഞ്ജിത്ത് ശങ്കർ സാറുമായിട്ട് എനിക്കൊരു കണക്ഷൻ പോലും ഇല്ല ആ സമയത്ത്. പക്ഷെ അത് സെയിം ഡിസംബർ ടൈമിൽ എനിക്ക് ഷൂട്ടിങ്ങിന് ഉണ്ടായിരുന്ന സെയിം മന്തിൽ തന്നെ ഞാൻ ഉണ്ണിച്ചേട്ടനുമായിട്ട് കൺവേ ചെയ്തു. പുള്ളി പറഞ്ഞു അത് നമ്മുടെ മനസ്സിൽ നമ്മൾ എന്ത് തീരുമാനിച്ചാലും 100% നമ്മൾ
എന്ത് പറഞ്ഞാലും അല്ലെങ്കിൽ ചിന്തിച്ചാലും അത് നടക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു സൈക്കോളജി. അപ്പോൾ പിന്നീട് അദ്ദേഹമായിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ ഞാനിതൊക്കെ സംസാരിക്കേണ്ട അവസ്ഥയുണ്ടായി. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഇത്രയും പച്ചയായിട്ടുള്ളൊരു മനുഷ്യൻ, ഭയങ്കര സപ്പോർട്ട്. പക്ഷേ ഇപ്പൊ ഈയിടെയായിട്ട് കുറെ വിവാദങ്ങളും അല്ലേ, എങ്ങനെ തോന്നിയിട്ടുള്ളത് ഉണ്ണി മുകുന്ദൻ്റെ ഒരു അത് എന്നറിയാം. എന്നോട് പലരും സംസാരിച്ചിട്ടുണ്ട് ഈ സബ്ജക്റ്റുകളൊക്കെ. എനിക്കറിയാവുന്ന ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്നത് അദ്ദേഹം ജീവിച്ചു വന്ന കൾച്ചർ പുറത്ത് കാണിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അദ്ദേഹം ഇന്ന പാർട്ടിയുടെ ആളെന്ന് അദ്ദേഹം എങ്ങും പറഞ്ഞിട്ടില്ല. അദ്ദേഹം ജീവിച്ചു വന്നത്, അദ്ദേഹം ഗുജറാത്തിലാണ് ജീവിച്ചത്. അപ്പോൾ ഉണ്ണി വളർന്നത് അവിടെയാണ്. അപ്പോൾ ഉണ്ണി അവിടെ ഉത്സവം കൂടിയിരുന്നതും അവർ ആഘോഷമാക്കിയിരുന്നൊക്കെ ഈ ഹനുമാൻ ക്ഷേത്രവും കാര്യങ്ങളൊക്കെയാണ്. അവിടെ നമ്മുടെ പ്രൈം മിനിസ്റ്റർ വന്നതിനെക്കുറിച്ചൊക്കെയാണ് അന്ന് പുള്ളിയുടെ ചെറുപ്പത്തിൽ പ്രൈം മിനിസ്റ്റർ, ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്റർ അന്നത്തെ CM ആയിരുന്നു. അപ്പോൾ അദ്ദേഹം അവിടെ നടന്നു വന്നിരുന്നു, വലിയ ആനയമ്പാരിയൊന്നും ഇല്ലാണ്ട് വന്നിരുന്നു. അവിടെ ഉണ്ണി സാധാരണ ഒരു കുട്ടിയെ പോലെ പോയി സംസാരിച്ചിരുന്നു. അതിനുശേഷം അദ്ദേഹം പ്രൈം മിനിസ്റ്ററായിട്ട് കേരളത്തിൽ വന്നപ്പോൾ ഉണ്ണി മുകുന്ദൻ പോയി പരിചയപ്പെട്ടു. എനിക്കിങ്ങനെ അറിയാം. അതായത് തൊട്ടടുത്ത അമ്പലത്തിൽ, ഇപ്പം എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തൊരു അമ്പലത്തിൽ ഇങ്ങനൊരു ഫംഗ്ഷൻ, ഇങ്ങനൊരു നമ്മുടെ മുഖ്യമന്ത്രി വന്നാൽ, വലിയ ബഹളമൊന്നും ഇല്ലാണ്ടൊരു മുഖ്യമന്ത്രി വന്നാൽ നമുക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യും. അപ്പോൾ ആ മുഖ്യമന്ത്രിയെ പിന്നീട് നമ്മളൊരു വലിയ നിലയിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം പ്രൈം മിനിസ്റ്ററായിട്ട് വരുന്ന ഒരവസ്ഥ ഉണ്ടായാൽ എനിക്ക് അദ്ദേഹത്തോട് സംസാരിക്കാനുള്ള സ്പേസ് കിട്ടും എന്നൊരവസ്ഥ ഉണ്ടെങ്കിൽ ഞാൻ പോയി സംസാരിക്കില്ലേ? ഞാൻ അങ്ങനെ അതിനെ കണ്ടിട്ടുള്ളൂ. അതിനപ്പുറം പുള്ളി പച്ചയായ മനുഷ്യനാണെന്നുള്ളതാണ് എൻ്റെ. ഇവിടെ എല്ലാ ആക്ടേഴ്സിനും വ്യക്തമായ രാഷ്ട്രീയമൊക്കെ ഉണ്ട്, ആരും പറയുന്നില്ല. പിന്നെ അത് ചിന്തിച്ചിട്ട് ചെയ്യാം, ചിന്തിക്കാണ്ട് ചെയ്യാം. ഇപ്പം എനിക്ക് ജനങ്ങളെ വെറുപ്പിക്കാണ്ട് അങ്ങനെ പോവാം എന്നുള്ള വേണം, ഇതൊക്കെ മറച്ചു വയ്ക്കാം. പക്ഷെ അതൊരു കറക്റ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളെന്താണോ നമ്മൾ പുറത്ത് കാണിക്കുന്നു, അവിടെ രാഷ്ട്രീയം പറയുന്നില്ല എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കൾച്ചറാണ്. അദ്ദേഹം ഇപ്പം കലി എന്ന് പറഞ്ഞ സിനിമയിലാണ് ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. അപ്പോൾ ചെറുപ്പത്തിൽ തൊട്ട് തന്നെ ഇപ്പോൾ സിനിമ അഭിനയം അല്ലെങ്കിൽ സിനിമയിലേക്ക് വരണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു കലി എന്ന് പറഞ്ഞ സിനിമയിലേക്ക് വരുന്നത്? എൻ്റെ ബേസ് നാടകമാണ്. വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ ആർട്ടിസ്റ്റുകൾ. അമ്മ കാതികയാണ്, കഥാപ്രസംഗ കലാകാരിയാണ്. സാംബശിവൻ്റെ കാലത്തുണ്ടായിരുന്ന, ഇപ്പോഴും ലൈവായിട്ട് ചെയ്യുന്ന ഒരാളാണ്, കഥാപ്രസംഗം ചെയ്യുന്ന ഒരാൾ. പള്ളിപ്പുറം മഹിളാമണി എന്ന് പറയും. അപ്പോൾ അച്ഛനാണെങ്കിലും നാടകമൊക്കെ എഴുതി അതിനകത്ത് അഭിനയിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. ഇപ്പം അച്ഛൻ അങ്ങനെ ചെയ്യുന്നില്ല, ബിസിനസ് പരിപാടികളൊക്കെയാണ്. നമ്മുടെ ബേസ് കലാകുടുംബമാണ്. അപ്പോൾ നാടകങ്ങൾ ചെയ്തിരുന്നു. വീടിൻ്റെ അടുത്തുള്ള പള്ളിയിലൊക്കെ ദാവീദായിട്ടും സ്കൂളിലൊക്കെ നാടകങ്ങളൊക്കെ ചെയ്ത് കോളേജിലേക്ക് എത്തിയപ്പോൾ കുറച്ചും കൂടെ ആക്റ്റീവായിരുന്നു. അങ്ങനെ ഓഡീഷൻസൊക്കെ അറ്റൻഡ് ചെയ്യാൻ സീരിയലുകളാണ് അന്ന് കൂടുതൽ നോക്കി. സിനിമ നമുക്ക് അപ്രാപ്യമായുള്ള ഏരിയ എന്നുള്ള രീതിയിൽ എനിക്ക് ആകെ അറിയാവുന്ന രമേഷ് പിഷാരടി, എൻ്റെ തൊട്ടടുത്ത നെയ്ബർ എന്നൊക്കെ പറയാവുന്ന സ്ഥലത്ത് തന്നെ. അത് അതിനപ്പുറം ഒരു നടനെ പോലും എനിക്കറിയില്ല, കണ്ടിട്ട് പോലുമില്ല. അപ്പം ഞാൻ അങ്ങനെ അപ്രാപ്യമാണ് എന്ന് വിചാരിച്ചു. പക്ഷേ സീരിയലിൽ നടന്നു. ഫസ്റ്റ് എനിക്ക് കിട്ടിയത് ശ്രീനാരായണ ഗുരുവിൻ്റെ യുവത്വം ജീവൻ ടിവിയിൽ അഭിനയിച്ച് ഞാൻ തുടങ്ങിയത്, ഗുരുവിൻ്റെ ചെറുപ്പകാലം. പിന്നെ ഇത് കണ്ടിട്ട് തമിഴിൽ മാണിക്യവാസകരായിട്ട്, തമിഴിലൊരു സന്യാസി വിത്ത് ഒരു കവിയൊക്കെയാണ് മാണിക്യവാസകർ. ആ ക്യാരക്ടറിലേക്ക് എന്നെ വിളിച്ചു. അപ്പോൾ അവിടെ ഞാനിങ്ങനെ 2 വർഷക്കാലം സീരിയൽ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ ഞാനിവിടെ ഓഡീഷൻ കൊടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. ഞാനിവിടെ വന്നിട്ട് പല ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് ഓഡീഷൻസ് കൊടുക്കുമ്പോൾ പരാജയമാണ്. കാരണം അവിടെ ഞാൻ ഡ്രാമയാണ് ചെയ്തുകൊണ്ടിരിക്കണേ. പക്ക ഡ്രാമാറ്റിക്കൽ ആക്ടിങ് ആണല്ലോ, പുരാണ സീരിയലാണ് മാണിക്യവാസകർ. സോ അങ്ങനെ നമ്മൾ സ്റ്റേജിലൊക്കെ കയറുന്നിട്ടും ഇങ്ങനെയുള്ള എക്സ്പ്രഷൻ എനിക്ക് ഇഷ്ടമാണ് ചെയ്യാൻ. പക്ഷേ അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കണത്, ഇതല്ല ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ആക്ടിങ് രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഞാൻ പയ്യെ ഇവിടെ നിന്ന് അവരടുത്ത സീരിയലിന് എനിക്ക് അഡ്വാൻസ് വരുന്നു. കുട്ടി പത്മിനി മേഡം എന്ന് പറയും, ജയലളിതയുടെ ഫ്രണ്ടാണ്, പുള്ളിക്കാരിയുടെ പ്രൊഡക്ഷനാണ്. അടുത്ത സീരിയലിന് അവർ രാമാനുജനായിട്ട് എന്നെ കാസ്റ്റ് ചെയ്യാൻ പോവാം. ഞാൻ വിചാരിച്ചു പണിപാളി. പക്ഷെ എനിക്ക് അന്ന് പെർ ഡേ 4000 ഉണ്ട്. 2014 കാലഘട്ടമായി പറഞ്ഞു. പക്ഷെ ആ ഒരു കാലഘട്ടത്തിൽ ആ പൈസ ഞാൻ ആ പൈസ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിൽക്കാൻ എനിക്ക് തോന്നണില്ല. സിനിമയാണ് എൻ്റെ പാഷൻ. അപ്പോൾ ഞാനത് ബ്രേക്ക് ചെയ്ത്, തന്നെ ഒത്തിരി പേര് എതിർത്തു. ഫാമിലിയിൽ നിന്നാണെങ്കിലും ഇടാൻ നിർത്തരുത്, ലിങ്കാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് ഇവിടെ വന്ന് സിനിമയായിട്ടൊരു കണക്ഷനും ഇല്ല, വെറുതെ ഇങ്ങനെ ചാൻസ് ചോദിച്ച് നടക്കുക. അങ്ങനെ വന്നപ്പോൾ നമ്മുടെ ആക്ട് ലാബിലെ സജീവ് സാറുണ്ട്, കാക്കനാടായിരുന്നു, ഇപ്പം മനോരമ ജംഗ്ഷനിലാണ്. അപ്പോൾ അദ്ദേഹത്തെ പരിചയപ്പെടാൻ സാധിച്ചു. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, എനിക്ക് റിയലിസ്റ്റിക് ആയിട്ട് അല്ലെങ്കിൽ ഡ്രമാറ്റിക് വിട്ടൊന്നും അഭിനയിക്കാൻ പറ്റുന്നില്ല അങ്ങനെ. അപ്പോൾ സാർ പറഞ്ഞു, നീ വാ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. കുറച്ച് എൻ്റെ വീഡിയോസ് കണ്ടു, നിനക്ക് പറ്റും, നീ എൻ്റെ 1 മാസത്തെ കോഴ്സൊന്നും ചെയ്യേണ്ട, ഒരു 5 days എൻ്റെ കൂടെ നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു ക്യാമ്പിൽ 5 days നിന്നു. പിന്നെ കുറച്ച് കോൺഫിഡൻസ് ആയി. പിന്നെ അവിടെ തന്നെ വന്ന ഒരു ഓഡീഷനാണ് കലി.
അങ്ങനെയാണ് കരയിലേക്ക് കിട്ടണേ. കരയിൽ ചെറുതായിട്ടൊരു ചെറിയ റോഡ് സൈഡിൽ നിന്നിട്ട് മുതലാളിക്ക് ഭ്രാന്ത് പിടിച്ചുകൊണ്ട് പാതി വിലയ്ക്ക് എന്ന് പറഞ്ഞൊരു സാധനം സെയിൽ ചെയ്യുന്നു. അടുത്ത മുതലാളി ഒരു കൂളിംഗ് ഗ്ലാസ് വെച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ദുൽഖർ നടന്നു വന്നിട്ട് ചോദിക്കും, മുതലാളിക്ക് ഭ്രാന്തോ എന്ന് ചോദിക്കുന്നൊരു സാധനമുള്ളൂ. പക്ഷേ ഫസ്റ്റ് സീൻ ദുൽഖറിൻ്റെ കൂടെ ഒരു സ്ക്രീൻ ഷെയർ ചെയ്യാൻ സാധിച്ചു. അങ്ങനെയാണ് എൻ്റെ എൻട്രി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഓപ്പറേഷൻ ജാവയിൽ ശരിക്കും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ക്യാരക്ടർ തന്നെയായിരുന്നു അല്ലേ, സൈബർ സെൽ ഉദ്യോഗസ്ഥനായിട്ട്. അപ്പോൾ പോസ്റ്റർ നായകനായിരുന്നു. പോസ്റ്ററിൽ ഞാനായിരുന്നു മെയിൻ. എല്ലാ വാന്റെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? വാന്റെ അതെ, ആ വാന്റെ ആ പോസ്റ്റർ കണ്ടാൽ തന്നെ നമുക്കറിയാം ഒരു ഫ്രഷ്നെസ് ഉണ്ടായിരുന്നു ആ മൂവിക്ക് എത്രയായാലും അല്ലേ. അപ്പോൾ ആ ഒരു കഥാപാത്രം അതിലാണ് ശരിക്കും പറഞ്ഞ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിട്ട് തുടങ്ങുന്നത് അല്ലേ. അപ്പോൾ അതിനുശേഷം പിന്നെയും ചെയ്തിട്ടുണ്ടായിരുന്നു, കൂമനിൽ ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ഓപ്പറേഷൻ ജാവയിലുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഓപ്പറേഷൻ ജാവ തരുൺമൂർത്തി എന്ന് പറയുന്ന ആള് ഡയറക്ടർ, അദ്ദേഹം എൻ്റെ ഫ്രണ്ടാണ്. അപ്പം അദ്ദേഹം ഇതുപോലെ ഒരു ആക്ടിങ്ങിന് വേണ്ടി നടന്ന ഒരാളാണ്. അപ്പം ഞങ്ങൾ അങ്ങനെ ഏതോ ഒരു കാസ്റ്റിംഗ് ഒരു ട്രെയിനിങ് സെൻറ്ററിൽ വെച്ചിട്ട് ഞങ്ങൾ പരിചയപ്പെട്ടു. അങ്ങനെ ഞങ്ങളുടെ സൗഹൃദം മുമ്പോട്ട് പോയി. അദ്ദേഹം പിന്നെ ഡയറക്ഷനിലേക്ക് തിരിഞ്ഞപ്പോൾ എനിക്കൊരാളുടെ ഒരു ക്യാരക്ടർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് ചെയ്യിപ്പിച്ച് നോക്കിയിട്ട് തന്നെ ക്യാരക്ടർ ചെയ്യിപ്പിച്ച് നോക്കിയിട്ട് അത് നീ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കിട്ടിയ ഒരു ക്യാരക്ടറാണ്. നമ്മുടെ സ്വന്തം സിനിമ എന്ന് പറയാവുന്ന, എപ്പോഴും നെഞ്ചോട് ചേർത്ത് പിടിക്കില്ല നമ്മുടെ സ്പെഷ്യൽ. അത് എൻ്റെ സിനിമ എന്ന് പറയാൻ എനിക്ക് ഏറ്റവും ഇഷ്ടം. തരുണ്ടേ എന്ന് പറയുന്നത് എൻ്റെയാണ്. ഞാൻ അങ്ങനെ തന്നെയാണ് അതിനെ കാണുന്നത്. അപ്പോൾ ഓപ്പറേഷൻ ജാവയിലൊരു പോലീസ് റോളാണ്. ഞാൻ പറഞ്ഞു പോസ്റ്ററിൽ നായകൻ എന്ന് പറയാൻ കാരണം സിനിമയിൽ അത്രത്തോളം എനിക്ക് വലിയ പ്രാധാന്യം ഇല്ല. എന്നാൽ ആ ടീമിലുണ്ട് ഈ പറയണ പോലെ ഒരുപാട് ഡയലോഗിലോ അല്ലെങ്കിൽ ഒക്കെ നമ്മൾ മുന്നിൽ നിൽക്കുന്ന കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഉണ്ട്, ത്രൂ ഔട്ട് ഒരു ക്യാരക്ടറുണ്ട്. പക്ഷെ പോസ്റ്ററിലെല്ലാം എനിക്ക് ഒരുപാട് സ്പേസ് കിട്ടി. ആ സമയത്ത് എനിക്ക് തോന്നും സുധി കോപ്പയാണെന്നൊക്കെ തെറ്റിദ്ധരിച്ചിട്ട് എനിക്കൊരു ഇന്റർവ്യൂ വരെ ഉണ്ടായിരുന്നു. ഞാൻ കണ്ടിട്ടുണ്ട് ഒരു ജൂനിയർ സുധി കോപ്പയാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സുധിച്ചേട്ടനും അങ്ങനത്തെ കോൾ ചെയ്യുന്നിട്ടുണ്ട്. ഞങ്ങൾ ഒരുമിച്ചൊരു പടം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സാണ്. അപ്പം അദ്ദേഹത്തിനും അതേ രീതിയിലുള്ള കോൾ ചെയ്യുന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കൂടുതൽ ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഓപ്പറേഷൻ ജാവ എത്തി. ഓപ്പറേഷൻ ജാവയ്ക്ക് ശേഷം എനിക്ക് പുഴുവിൽ സെയിം ഒരു പോലീസ് റോള് തന്നെയാണ്. ജാവയ്ക്ക് ശേഷം ചെയ്തത് പുഴുവില് ഒരു DYSP ആയിട്ട് തന്നെ, CI ആയിട്ട്, അനിൽകുമാർ എന്നാണ് ക്യാരക്ടർ നെയിം. അത് ഒറ്റ സീനുള്ളൂ. പക്ഷേ ആ സിനിമയിൽ ആകെ ഒരു പോലീസുകാരനുള്ളൂ. അതാ ക്യാരക്ടറാണ്. അങ്ങനെ പിന്നെ ചെയ്തതെല്ലാം പോലീസ് എന്ന് പറയുന്നത് എല്ലാരും വിളിക്കുന്ന പോലീസിനെ. പിന്നെ അതുപോലെ തന്നെ ദൃശ്യം 2 കൂമൻ രണ്ടും ജിത്തു ജോസഫിന്റെ സിനിമകളായിരുന്നു. അപ്പോൾ ആ സാറുമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു സിനിമ? സാറുമായിട്ട് എൻ്റെ ഫസ്റ്റ് ഞാൻ സിനിമയ്ക്ക് വേണ്ടിയിട്ട് നടക്കുന്നത് ജിത്തു ജോസഫ് എന്ന് പറഞ്ഞ ഡയറക്ടർ പറയാം. അന്ന് ഈ കാണുന്ന വലിയൊരു ഇമേജുള്ള ആളല്ല. ഡിക്റ്റേറ്റീവ് ഒക്കെ ചെയ്തിട്ട് നിൽക്കുന്ന സമയം എൻ്റെ അടുത്താണ് വീട്. എൻ്റെ വീടിൻ്റെ പെരുമ്പടം എന്ന് പറഞ്ഞ സ്ഥലമാണ്. പെരുമ്പടവും ശ്രീധരൻ എന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ടോ? അദ്ദേഹത്തിൻ്റെ നാടാണ് എൻ്റെ നാട്. തൊട്ടടുത്തുള്ള സ്ഥലമാണ് മുത്തോലപുരം എന്ന് പറഞ്ഞിട്ട്. അവിടെയാണ് ജിത്തു സാറിൻ്റെ വീട്. അപ്പോൾ ഞാൻ ചെണ്ടമേളം ചെയ്യുന്ന ആളാണ്. അപ്പോൾ എൻ്റെ ആശാനും ജിത്തു സാറും ഒക്കെ ഭയങ്കര സൗഹൃദത്തിലുള്ള, ഇവരൊക്കെ കളിക്കൂട്ടുകാരാണ്. അപ്പോൾ ആശാൻ പറഞ്ഞ് പരിചയപ്പെടുത്തിയിട്ടാണ് ഞാൻ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി മീറ്റ് ചെയ്യുന്നു, സംസാരിക്കുന്നതൊക്കെ. അപ്പോൾ നമുക്ക് ഡിക്റ്റേറ്റീവ് കഴിഞ്ഞ സമയം തൊട്ടേ സൗഹൃദം കീപ്പ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ എവിടെയോ എനിക്ക് സ്പേസ് വിട്ടുപോയി, കണക്ഷൻ വിട്ടുപോയി. ഞാൻ തമിഴിലേക്ക് ആ സീരിയൽ ചെയ്യാൻ പോയി. ആ സമയത്താണെങ്കിൽ സീരിയൽ ചെയ്തിട്ടില്ല. ആ സമയത്ത് ശ്രീനാരായണപൂര് ചെയ്തു, തമിഴിലേക്ക് പോയില്ല. ആ സമയത്താണ് ഡിക്റ്റേറ്റീവ് തന്നെ. അപ്പോൾ ഞാൻ തമിഴിലേക്ക് പോയ സമയത്ത് ദൃശ്യം 1 വന്ന് അദ്ദേഹം വലിയൊരു റീച്ചിലേക്ക് എത്തി. തിരിച്ചു വന്നപ്പോൾ എനിക്ക് കയ്യെത്തി പിടിക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് അല്ല. പക്ഷെ ഞാൻ വീണ്ടും പുറകെ നടന്ന് മേടിച്ചെടുത്തതാണ് ദൃശ്യം 2 ക്യാരക്ടർ. ശരിക്കും നടന്ന് മേടിച്ചെടുത്ത. പക്ഷെ കൂമൻ എന്നെ വിളിച്ചതാണ്. കൂമൻ ഡിക്സൺ ചേട്ടനാണ് എന്നെ വിളിച്ചത്, കൺട്രോളർ. വിളിച്ചിട്ട് അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ജിത്തു സാറിൻ്റെ പടമാണ്, ഇനി ക്യാരക്ടർ ഉണ്ട്, ഇത്ര ദിവസം മാറ്റി വയ്ക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പം സാറ് ജിത്തു സാറ് ഓർത്തിരുന്നിട്ട് എനിക്ക് തന്നൊരു ക്യാരക്ടറാണ് കൂമൻ. ഒരുപാട് സന്തോഷം തോന്നി ആ സമയത്ത്. ഞാൻ ആഗ്രഹിച്ച പോലെ ജിത്തു ജോസഫിന്റെ ഒരു കോൾ എനിക്ക് വന്നല്ലോ. ഇനിയിപ്പോ ദൃശ്യം 3 വരുന്നുണ്ട്, എന്തായാലും ടൈല് പണിക്കാരൻ ഇനി എന്തായിട്ട് വരാൻ 3 അല്ല ചോദിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ടല്ലോ. എന്നോടെല്ലാം ചെയ്യും ദൃശ്യം 3 ഞാൻ പറഞ്ഞു ഇനിയിപ്പം സാറിന് എന്നോട് സ്പെഷ്യൽ ഇഷ്ടം തോന്നിയിട്ട് ടൈല് പണിക്കാരൻ വല്ല പോലീസുകാരനായിട്ടോ CBI ആയിട്ടൊക്കെ അങ്ങനെയൊക്കെ പുള്ളി എഴുതണം. അതിന് എന്നോട് സ്പെഷ്യൽ ഒരു ഇഷ്ടം തോന്നണം, വിനോദിനെ ഒന്ന് പൊക്കിക്കൊണ്ട് വരുന്നോ. അങ്ങനെയൊന്നും ചെയ്യില്ലല്ലോ, അങ്ങനെ സാധ്യതയില്ലല്ലോ. സിനിമയുടെ വിജയമാണല്ലോ 3 എഴുതുമ്പോഴും. സോ അതിനകത്തുണ്ടാവാൻ സാധ്യതയില്ല. പക്ഷെ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ് ദൃശ്യം 3. ഇപ്പൊ പോലീസ് കഥാപാത്രങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ എന്തെങ്കിലും റെഫറൻസ് എടുക്കാറുണ്ടോ? അല്ലെങ്കിൽ മുൻപ് കണ്ട ഏതെങ്കിലും പോലീസുകാരെ പറ്റിയിട്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ ആക്ടേഴ്സ് ചെയ്തിട്ടുള്ള പല പോലീസ് കഥാപാത്രങ്ങളുണ്ട്, അങ്ങനെ ഏതെങ്കിലും ഇൻസ്പയർ ആയിട്ട് തോന്നിയിട്ടുണ്ടോ?
ഇൻസ്പിറേഷൻ ഓഫ് കോഴ്സ് സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു വലിയൊരാൾ, അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ഫാനാണ് ഞാൻ. പക്ഷേ ഞാൻ NCC കാരനായിരുന്നു. കോളേജിൽ ഞാൻ NCC കേഡറ്റായിരുന്നു. SI ആവണം എന്നുള്ള മോഹം കൊണ്ടാണ് ഞാൻ കോളേജിൽ പോയതൊക്കെ. പക്ഷെ അവിടെ സിനിമ തലയ്ക്ക് പിടിച്ചു. NCC C സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ട്. മൊറീസയിലൊക്കെ പോയി ക്യാമ്പൊക്കെ ചെയ്ത സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ട്. SI ടെസ്റ്റ് എഴുതുകയും ചെയ്തു. 5 മാർക്കിന് തോറ്റുപോയി. കിട്ടിയായിരുന്നെങ്കിൽ അന്ന് എൻ്റെ കൂടെ എഴുതിയ ആളാണ് ഇപ്പോൾ പെറോ SI. ഞങ്ങൾ ഒരുമിച്ച് ഞാൻ ബൈക്കിൽ പോയി പിക്ക് ചെയ്ത് ഞങ്ങൾ ഒരുമിച്ച് BSc പഠിക്കാൻ പോയി. ഇങ്ങനെ അവൻ ജയിച്ചു. അവൻ 53 മാർക്കുണ്ടായിരുന്നു. എനിക്ക് കട്ട് ഓഫ് 45 ആണ്, എനിക്ക് 40 ഉള്ളൂ. 5 കൂടെ ഉണ്ടായിരുന്നു, ഞാൻ ജയിക്കും. പിന്നെ എനിക്ക് C സർട്ടിഫിക്കറ്റിൻ്റെ 15 മാർക്ക് കിട്ടിയാൽ ഞാൻ ഉറപ്പായിട്ടും എനിക്ക് റാങ്ക് കയറും. പക്ഷേ ഞാൻ ജയിച്ചില്ല. പിന്നെ എനിക്ക് എഴുതാനുള്ള മൂഡുമില്ല. അതായത് നന്നായിട്ട് സിനിമ എൻ്റെ തലയ്ക്ക് പിടിച്ചു. പിന്നെ ആ ഒരു ട്രാവലായിരുന്നു സിനിമയുടെ പറയുക. അപ്പോൾ NCCയുടെ ഒരു ചടുലത എൻ്റെ ബോഡിയിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പോലീസ് യൂണിഫോം ഇട്ടാൽ എനിക്ക് പിന്നെ ഭയങ്കര പവറാണ്. എനിക്കങ്ങനെ തോന്നാറുണ്ട്. ജയ് ഗണേഷ് ഞാൻ പോയി അഭിനയിച്ചിട്ട് എൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, പ്രശ്നമായിട്ട് കാണാം, ചിലപ്പോൾ നല്ലതായിട്ടും കാണാം, ഞാൻ അഭിനയിച്ച് എനിക്ക് സ്ക്രീനിലൊന്ന് പോയി കാണണം. ചില ആർട്ടിസ്റ്റുകൾ അവിടെ നിന്നിട്ട് ഡയറക്ടർ നോക്കി പറയും. പക്ഷെ എനിക്ക് രഞ്ജിത് ശങ്കർ സാറിൻ്റെ മുമ്പിൽ പറയാനും വയ്യ. പക്ഷേ ഞാൻ നൈസായിട്ട് സാറിൻ്റെ പുറകെ കൂടെ പോയിട്ട് ഇങ്ങനെ നോക്കി കാണാം. അപ്പോൾ കാണുമ്പോൾ ഭയങ്കര ഒരു അപ്പിയറൻസ് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് യൂണിഫോമിൽ. ഞാനിപ്പോൾ അത് പുഴു കണ്ടപ്പോഴും, ഇപ്പം ജാവേലുണ്ടെങ്കിലും ഞാൻ യൂണിഫോം ഇടുന്നില്ല. സൈബർ സെൽ ഉദ്യോഗസ്ഥനാണ്. യൂണിഫോം ഇട്ട് കാണുന്നത് പുഴുല. പിന്നെ ഞാനിപ്പം അദൃശ്യം എന്ന് പറഞ്ഞൊരു പടം ചെയ്തിട്ട്, അദൃശ്യം ജോജു ചേട്ടൻ്റെ കൂടെ, ജോജു ജോർജിൻ്റെ. അതിനകത്ത് CBI അത് താടിയൊക്കെ വെച്ചിട്ടാണ്. അതിൻ്റെ തന്നെ തമിഴ് യുഗി എന്ന് പറഞ്ഞിട്ട് 2 ഒരുമിച്ച ഷൂട്ട് കാണുന്നത്. അപ്പോൾ അന്നേരം യൂണിഫോം ഇല്ല. പുഴുവിലാണ് യൂണിഫോം ഇട്ട് കണ്ടത്. അപ്പോൾ തന്നെ എനിക്കൊരു അപ്പിയറൻസ് ഓക്കെയാണ്. പിന്നെ കൂമനിലേക്ക് വന്നപ്പം നമുക്കത് നന്നായിട്ട് ഫീൽ ചെയ്ത് തുടങ്ങി. പിന്നെ അത് NCC എന്നാണ് എൻ്റെ ഒരു ബേസ് എനിക്ക് കിട്ടിയെന്ന്. അപ്പോൾ ഈ പാരൻസ് ഒക്കെ ഇപ്പോൾ പോലീസ് ആവണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവുമല്ലോ എന്തായാലും. അപ്പോൾ ഈ ഒരു പോലീസ് വേഷത്തിൽ കാണുമ്പോൾ അവരുടെ ഒരു അഭിപ്രായം എങ്ങനെയായിരുന്നു? അവരുടെ അമ്മ കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞേ, ഞങ്ങളിങ്ങനെ കാറിൽ എവിടെ ഇങ്ങനെ പോകുമ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, ഞാൻ ആരോടോ സംസാരിച്ചിട്ട് ഡോറ് ക്ലോസ് ചെയ്തിട്ട് ഇങ്ങനെ ഇരുന്നപ്പോഴത്തേ അമ്മ പുറകെ ഇരുന്നിട്ട് പറയും, നീ സിനിമയിലാട്ടോ പോലീസ്, ജീവിതത്തിലല്ല എന്ന് പറഞ്ഞു. അതിനമ്മ അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചപ്പോൾ, നീ ഇപ്പോൾ സംസാരിച്ചപ്പോൾ ഭയങ്കര റൂഡായിട്ട് അല്ലെങ്കിൽ ഭയങ്കര പേടിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചു. ഞാൻ അറിഞ്ഞില്ല സത്യത്തിൽ. ബേസിക്കലി എൻ്റെ ക്യാരക്ടറിൽ അങ്ങനെ ഒരു സാധനം ഉണ്ട്, ഭയങ്കര ദേഷ്യക്കാരനൊക്കെയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർ ഹാപ്പിയാണ്. കാരണം അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാനൊരു പോലീസായി കാണണം എന്നുള്ളത്. യൂണിഫോമിൽ കാണുക, ഞാൻ തിയേറ്ററിൽ കൊണ്ട് കാണിച്ചിട്ട് ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. എൻ്റെ ചില സീൻസ് കാണുമ്പോൾ അമ്മയുടെ മുഖത്തേക്കാണ് നോക്കും. അമ്മച്ചി ഇങ്ങനെ ഇരിക്കുന്നു. അമ്മ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോകും. പ്രത്യേകിച്ച് കാതികയൊക്കെയാണല്ലോ. അപ്പം സിനിമയ്ക്ക് ഷൂട്ടിംഗ് ആണോ അല്ലെങ്കിൽ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്താണോ അങ്ങനെയുള്ള ചിന്തയൊന്നുമില്ല. ക്യാരക്ടറിലേക്ക് പോയിട്ട് അതിൻ്റെ റിയാക്ഷൻസ് ഒക്കെ ഇവിടെ കാണാം. ഓഹോ നന്നായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ നോക്കി ഞാൻ ആസ്വദിച്ചു. എനിക്കും അച്ഛനങ്ങനെ ഒരുപാട് സംസാരിക്കില്ല, പക്ഷെ പുള്ളി എൻജോയ് ചെയ്യുന്നുണ്ട് അത്. എന്തായാലും അവർ ആഗ്രഹിച്ച സിനിമയിലൂടെ യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞല്ലോ. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ SI എന്ന് പറഞ്ഞു, പെറോ SI എന്ന് പറഞ്ഞില്ലേ, അവനെ ഞാൻ വൈക്കത്ത് അഷ്ടമിക്ക് വെച്ച് കണ്ടു. എടാ ഞാൻ നിന്റെ SI ആന്ന് പറഞ്ഞു. എൻ്റെ സ്റ്റേഷൻ ആക്ച്വലി പെറോ അല്ല, കൂത്താട്ടുകളാണ്. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ കൂത്താട്ടുകളാണ്. ഞാൻ പെറോ SI ആന്ന് പറഞ്ഞു. അപ്പം ഞാൻ കൂമൻ ജയ് ഗണേഷ് ചെയ്യുക. ഞാൻ പറഞ്ഞു എടാ ഞാൻ DYSP ആട്ടോ എന്ന് പറഞ്ഞു. തൽക്കാലത്തേക്ക് ഇച്ചിരി റേഞ്ച് കൂടുതലാണല്ലോ, ഗ്രേഡ് കൂടുതലാണല്ലോ. അപ്പോൾ അങ്ങനെ എൻജോയ് ചെയ്യുന്നുണ്ട്. ഞാനും ഇഷ്ടപ്പെടുന്ന സാധനങ്ങളാണോ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പൊതുവേ ഇപ്പോൾ മലയാള സിനിമയിലായാലും ഏത് സിനിമയിലായാലും ഇപ്പോൾ മുൻനിര താരങ്ങളായാലും അവർക്കൊക്കെ ഒരു ടൈപ്പ് കാസ്റ്റിംഗ് ആയി പോകുന്ന ഒരു പ്രശ്നമുണ്ട്. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത്. അപ്പോൾ ഇപ്പോൾ ചേട്ടൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത്രയും പോലീസ് വേഷങ്ങൾ ചെയ്തു. അപ്പോൾ ഈ ഒരു ടൈപ്പ് കാസ്റ്റിങ്ങിനെ പറ്റിയിട്ട് സിനിമയിലെ പറ്റി എന്താണ് പറയാനുള്ളത്? ഇതെങ്കിലും കിട്ടുന്നുണ്ടല്ലോ എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ അതിന്. കാരണം എറണാകുളത്ത് ഊബർ ഓടിച്ചും ഫുഡ് ഡെലിവറി ചെയ്തും പല പണികളും ചെയ്ത് സിനിമയിൽ അഭിനയിക്കാൻ തന്നെ നടക്കുന്ന ഒരുപാട് ആളുകളെ എനിക്കറിയാം. മെയിലുണ്ട്, ഫീമെയിലുണ്ട്, എല്ലാവരും. കാരണം ഞാനൊരു ആദ്യകാലം തൊട്ടേ ഞാനൊരു 12 വർഷമായിട്ട് ഒരു ഓഡീഷൻ കാൻഡിഡേറ്റാണ്. ഞാനിപ്പോൾ ഓഡീഷൻ ചെല്ലുമ്പം പഴയ പിള്ളേർ ഇരിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പുതിയ പിള്ളേർ ഇരിക്കുന്നുണ്ടെങ്കിൽ അവർ പറയും 12 കാലമാണ് എന്ന് പറഞ്ഞാൽ. ഇത് ഞാൻ പറഞ്ഞിരുന്നു പണ്ട് ഞാൻ ആദ്യമായിട്ട് ചെല്ലുന്ന സമയത്ത് ഇന്നത്തെ പല നടന്മാരും ഒന്ന് ഓഡീഷൻ വന്നുകൊണ്ടിരുന്ന സിജു വിൽസൺ ഇവരൊക്കെ ഞാൻ കാണാറുള്ള ആൾക്കാരാണ്. അപ്പം നമ്മൾ ആ കാലത്ത് പറയാറുണ്ട് ഇവനൊക്കെ ഇപ്പോൾ കൊണ്ടുപോകും, നമ്മളിരുന്നിട്ട് കാര്യമില്ല. ആ പറയുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇപ്പം പോകാറില്ല. ഞാൻ ഒരു 3 കൊല്ലം മുമ്പൊക്കെ ഞാൻ ചെല്ലുമ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് ഇയാൾ വന്നോ എന്നൊക്കെ പറഞ്ഞിട്ട്. ചിലതെന്നെ അറിയിക്കില്ല, അറിയിച്ചുകൊണ്ടിരുന്നവരെന്നെ അറിയിക്കുന്നില്ല. കാരണം ഇത് എനിക്ക് കിട്ടുമെന്നുള്ള ഉറപ്പ് വേറെ ഒന്നുകൊണ്ടല്ല, എക്സ്പീരിയൻസായി.
നടന്ന് എന്ത് കാണിക്കണം നമ്മൾ പഠിച്ചു. ഓക്കെ. അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര സൗന്ദര്യം ഉണ്ടായിട്ടോ എനിക്ക് ഭയങ്കര കഴിവുണ്ടായിട്ടോ അല്ല, എന്തവിടെ ചെന്ന് എനിക്ക് പേടി മാറിയില്ല, ഓഡിഷനുള്ള പേടി മാറി, എന്നും ഇതല്ലേ പോയി ചെയ്യണേ. അപ്പോൾ അങ്ങനെ ഒരുപാട് ആൾക്കാർ എനിക്ക് എറണാകുളത്ത് ഉണ്ട്. അവരിൽ എനിക്കിതെങ്കിലും കിട്ടുന്നില്ല എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇപ്പം എൻ്റെ അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ പുറത്ത് നിൽപ്പുണ്ട്, ഒന്നും കിട്ടാതെ. എനിക്കിതെങ്കിലും കിട്ടുന്നുണ്ടല്ലോ എന്നുള്ള. അപ്പോൾ എന്ത് കിട്ടിയാലും ചെയ്യും, പക്ഷേ പ്രാധാന്യം ഉണ്ടാവണം എന്നുള്ളത് മാത്രമേ ഇപ്പോൾ ഞാൻ നോക്കാറുള്ളൂ. എന്നോട് പറയണം നീ ഇനി പോലീസ് പിടിക്കണ്ട എന്നൊക്കെ പലരും പറയും. ഇപ്പോൾ രഞ്ജിത്ത് സാർ തന്നെ എന്നെ വിളിച്ചപ്പോൾ എന്നോട് ഫസ്റ്റ് പറയുന്നത് വെച്ചാൽ, വിനോദെ പോലീസ് വേഷങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ആക്ച്വലി ഞാൻ അദ്ദേഹത്തിനെ കോണ്ടാക്ട് ചെയ്തതാണ്, അപ്പോൾ നോക്കാം എന്ന് പറഞ്ഞോളൂ. പറഞ്ഞു പോലീസ് വേഷങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഒരെണ്ണം കൂടെ ഞാൻ തന്നാൽ ചെയ്യുമോ എന്ന് ചോദിച്ചു. ഞാൻ സാറിൻ്റെ കൂടെ ചെയ്യാൻ എനിക്ക് ഒരുപാട് സന്തോഷം, കാരണം അത്രയും വലിയൊരു തലത്തിൽ നിൽക്കുന്ന ഡയറക്ടറാണല്ലോ. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് എന്നോട് ലാസ്റ്റ് പറഞ്ഞ ഡയലോഗ്, ഇനി ഞാൻ വിനോദിനെ വിളിക്കുമ്പോൾ പോലീസിന് വിളിക്കില്ല, വേറെ ഏതെങ്കിലും കഥാപാത്രം, പോലീസ് മോശമായിട്ടല്ല, ഇനി വേറെ എന്തെങ്കിലും ചെയ്യാം എന്നുള്ള രീതിയിൽ. പക്ഷേ എൻ്റെ ആഗ്രഹം എന്ത് കിട്ടിയാലും ചെയ്യണം എന്നുള്ളത്. ഇപ്പം ഞാൻ ചെയ്തതൊക്കെ ദൈവാനുഗ്രഹം കൊണ്ട് ഭാഗ്യം കൊണ്ട് ചെയ്ത പോലത്തെ സാധനങ്ങളല്ല വരുന്നത്. ഇപ്പം ഞാനിപ്പോൾ ചെയ്ത ഇപ്പോൾ ഓപ്പറേഷൻ ജാവ വേറൊരു തലത്തിലുള്ളൊരു സബ്ജക്റ്റ്, വേറെ തലത്തിലുള്ള എൻക്വയറി പരിപാടികൾ. ഇപ്പോൾ പുഴുവിലേക്ക് വരുമ്പോൾ ഒരു സീറ്റായി ഇരുന്നിട്ടുള്ള ഡയലോഗ് മാത്രമേ ഉള്ളൂ. അതിനകത്ത് കുറേ ഒരു എന്താ പറയുക നയപരമായി സംസാരിക്കുന്ന കുട്ടപ്പൻ എന്ന് പറഞ്ഞ ക്യാരക്ടറോട് മമ്മൂക്കയെ പോലെ തന്നെ പ്രാധാന്യമുള്ളൊരു ക്യാരക്ടർ ഉണ്ടല്ലോ ഒരു കുട്ടപ്പൻ, അദ്ദേഹത്തെ ഒരു നയപരമായിട്ട് മയക്കിയെടുക്കുന്ന ഒരാളെന്നുള്ളൊരു ക്യാരക്ടർ. അദൃശ്യത്തിലേക്ക് വരുമ്പോൾ താടിയൊക്കെ വെച്ച് CBI എന്ന് പറഞ്ഞ വേറൊരു ടൈപ്പ് പക്ക ഒരു തമിഴിനെ പോലെ ഇരിക്കുന്ന ക്യാരക്ടർ. കൂമനിലേക്ക് വന്നപ്പോൾ ആസിഫിനോട് താല്പര്യമുള്ള ഒരു ക്യാരക്ടർ, ആസിഫിൻ്റെ ക്യാരക്ടറിനോട്. ബാക്കിയുള്ളവരൊക്കെ ആസിഫിന് ഓപ്പോസിറ്റാണ്. ഇപ്പോൾ ജയഗണേഷിലേക്ക് വരുമ്പോൾ ഒരു കുറച്ച് ആക്ടിവിറ്റീസ് കൂടുതലുള്ള യൂണിഫോം ഉള്ള പോലീസുകാരൻ ഞാനുള്ളൂ ഈ മെയിൻ ആൾക്കാരുടെ ഇടയിൽ. ഈ 3 പേരുണ്ട്, ഞാൻ നമ്മുടെ സീനിയറായിട്ടുള്ള ആള് ബെൻസി ചേട്ടൻ, പിന്നെ ആൻ എന്ന് പറഞ്ഞിട്ടൊരു പെൺകുട്ടി, ആൻ സൈബർ ഉദ്യോഗസ്ഥൻ, ബെൻസി ചേട്ടൻ സീനിയർ ഉദ്യോഗസ്ഥനും, ഞാൻ DYSP ആയിട്ട്. എനിക്ക് മാത്രമേ യൂണിഫോം ഉള്ളൂ, ഞാനാണ് ആക്ടിവിറ്റീസൊക്കെ ചെയ്യുക, പുറത്തുള്ള എൻക്വയറി പരിപാടികൾ. അപ്പോൾ അങ്ങനെ. പിന്നെ ഇപ്പോൾ ഞാൻ ജീന്തോൾ എന്ന് പറഞ്ഞൊരു പടം ചെയ്തു, അതിനകത്ത് ഞാനൊരു 85 കിലോ കൂട്ടിയിട്ട് ഞാൻ ചെയ്തത്. ഒരു 45, അതിന് വയറ് കുറഞ്ഞു തന്നെ ഉള്ളൂ, 45 ഏജ് കാരനായിട്ടാണ്. അപ്പോൾ എൻ്റെ മോളുടെ ക്യാരക്ടറാണ്, അവളാണ് പ്രാധാന്യമുള്ളത്. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് അത് പോലീസുകാരനാണ്, പക്ഷെ കുടുംബത്തിൽ ഭയങ്കര റഫായിട്ട് നിൽക്കുന്ന ഒരു അച്ഛൻ, അവളോട് വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത ഒരാൾ. പക്ഷെ അവൾക്ക് വേണ്ടിയിട്ടൊരു പ്രത്യേക സമയത്ത് നമ്മൾ ഹീറോയിസത്തിലേക്ക് വരുന്നുണ്ട്. ബോബൻ സാമുവൽ സാറാണ് അതിൻ്റെ ഓപ്പോസിറ്റ് വില്ലൻ സ്ഥാനം ചെയ്തേക്കുന്നത്. അപ്പോൾ അത് ഇറങ്ങാനുണ്ട്. അത് പോലീസുകാരൻ്റെ വീടല്ലേ കാണിച്ചേക്കണം. ഇപ്പം ഞാൻ മജീഷ്യൻ എന്ന് പറഞ്ഞൊരു പടം ചെയ്തിട്ടുണ്ട്, അതിനാണ് ഇപ്പോൾ ഈ വളർത്തിക്കൊണ്ടൊക്കെ ഇരിക്കുന്നത്. അത് ഉണ്ണി അവർമ്മ എന്ന് പറഞ്ഞിട്ടൊരാൾ ഡയറക്റ്റ് ചെയ്യണം. അത് വേറൊരു തലം സാധനം. ഒരു കുറേ അപ്കമിങ് പ്രോജക്ട്സ് ഉണ്ടല്ലോ ഇപ്പോൾ വരുന്നുണ്ടല്ലോ. അത് വേറൊരു ടൈപ്പാണ്. അത് 3-4 ഗെറ്റപ്പിലാണ് ചെയ്യണം. 1.5 കൊല്ലമായിട്ട് ആ ഷൂട്ട് എനിക്ക് സമയമുള്ള പോലെ ചെയ്യുക. ഞങ്ങൾ തന്നെ ചെയ്യണമുണ്ട്. പോലീസ് റോളാണ്, പക്ഷേ അത് വേറെ തരത്തിലേക്ക് എത്തും. ഭയങ്കര താടി മുടിയൊക്കെ നീട്ടുന്നുണ്ട്. അതൊക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒരു കുറച്ചും കൂടി താടി മുടിയും വേണം അതിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ്, ഇപ്പോൾ പല സിനിമകളും നല്ല രീതിയിൽ ഡയറക്റ്റ് ചെയ്ത് അല്ലെങ്കിൽ മേക്ക് ചെയ്താലും ഒരു ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന പല സിനിമകളും ഉണ്ട്. ഇപ്പൊ കഴിഞ്ഞ വർഷം തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ ചുരുക്കം ചില സിനിമകൾ മാത്രമേ വിജയിച്ചിട്ടുള്ളൂ തിയേറ്ററിൽ. ഈ വർഷം എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു വിജയവർഷം തന്നെ പറയാം. എല്ലാ പടങ്ങളും തന്നെ അത് ആ ഒരു ശ്രദ്ധിക്കപ്പെടാതെ പോകണതിനെ പറ്റിയിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ട്, എന്തെങ്കിലും കാര്യങ്ങൾ? ഓട്ടോമാറ്റിക്കലി അതങ്ങനെ ആയി മാറും. എല്ലാം ക്രാഫ്റ്റുള്ള മൂവീസാണ് ഇപ്പോൾ ഇറങ്ങുന്നത്. ചവർ പോലെ സിനിമകൾ ഇറങ്ങുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ. എനിക്ക് ഞാൻ ശ്രദ്ധിച്ചപ്പോൾ കഴിഞ്ഞ വർഷത്തേക്കാളും കുറവ് പടമാണ് ഇപ്പോൾ ഇറങ്ങിയേക്കുന്നത്. ഇറങ്ങിയതൊക്കെ നല്ല പടങ്ങളായി മാറിയതാണ്. നേരത്തെ ഒരുപാട് പടങ്ങൾ ഇറങ്ങും, അതുകൂടെ എവിടെയൊക്കെ ഇറങ്ങും. അതാണ് ഞാൻ പറഞ്ഞത്, ഇപ്പൊ കുറച്ച് വർഷങ്ങളായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ആൾക്കാർ ശ്രദ്ധിച്ചു തുടങ്ങിക്കാണ്, വെറുതെ എന്തിനാ പൈസ മുടക്കണം, നല്ല സാധനം കുറച്ച് അഭിപ്രായമൊക്കെ. എനിക്ക് പലപ്പോഴും എനിക്ക് ഈ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയുന്നത്, പലരും സ്ക്രിപ്റ്റ് ഡിസ്കസ് ചെയ്യുന്നില്ല എന്നെനിക്ക് തോന്നുന്നു. ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അതിന് മുമ്പുള്ള പരിപാടികളിലൊക്കെ അസോസിയേറ്റ്സും അസിസ്റ്റൻസും കുറച്ച് ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് എന്നിട്ട് ഡിസ്കസ് ചെയ്യണം, പ്രൊഡ്യൂസേഴ്സൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്യുക. അങ്ങനെയുള്ള ഒരുപാട് പരിപാടികളിലൂടെ വേണം ഒരു സാധനം ലോക്ക് ചെയ്ത് ഷൂട്ടിലേക്ക് വരാൻ. ഞാൻ പലയിടത്തും ആ ഡിസ്കഷൻ മിസ് ചെയ്ത് കണ്ടിട്ടുണ്ട്. ഞാൻ 1-2 പടത്തിൽ നിന്ന് അങ്ങനെ ഞാൻ മാറിയിട്ടുമുണ്ട്. അങ്ങനത്തെ വലിയ പരിപാടികളൊന്നും ഇവർ ചെയ്യുന്നില്ല എന്ന് തോന്നിയിട്ട് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പിന്നെ അത് വേണ്ടാന്ന് വെച്ച പരിപാടികളുണ്ട്. പക്ഷെ അതൊന്നും ഷൂട്ടും നടന്നിട്ടില്ലാത്ത, മനസ്സിലായോ? അപ്പം നമ്മളെന്തോ മുൻകൂട്ടി എനിക്ക് തോന്നി. പക്ഷെ അത് അതുപോലെ തന്നെ കുറേ ഇങ്ങനെ ലാഗ് ചെയ്ത് പോവാം. അപ്പം അത് ഒരു മെയിൻ കാരണം. അതൊക്കെ ആൾക്കാർ തിരിച്ചറിഞ്ഞു തുടങ്ങി തോന്നുന്നു. കുറച്ചും കൂടി ഡിസ്കഷൻ ചെയ്യണം.
പണ്ട് കാലത്തെ സിനിമകളിൽ അങ്ങനെയായിരുന്നല്ലോ, ഡിസ്കഷൻ എന്നുള്ളത് ഒരു വലിയൊരു കാര്യമായിരുന്നു. എല്ലാവരും ഒരുമിച്ചിരിക്കുന്നു, സ്ക്രിപ്റ്റ് വായിക്കുന്നു, അല്ലെ മ്യൂസിക് ചെയ്യുകയാണെങ്കിൽ ഒരുമിച്ചിരുന്ന് ഇപ്പോഴും അങ്ങനെയാ. അതെ, ഇപ്പോഴും അങ്ങനെ തന്നെ ചെയ്യുന്നു. വിനീതേട്ടൻ്റെ ഒക്കെ എനിക്ക് പക്ഷെ അത് ചുരുക്കം ചുരുക്കം അതേ ഉള്ളൂ. തരുൺ അങ്ങനെയാ. തരുൺ ഇപ്പം ലാലേട്ടനുമായിട്ടുള്ള പടമായത്, ലാലേട്ടൻ ശോഭന ക്യാരക്ടർ ഇപ്പൊ ഷൂട്ട് നടക്കുന്നത്. അതിന് വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു പുള്ളിയുടെ പോസ്റ്റിലൂടെയാണ് ഞാൻ അറിഞ്ഞത്. സിനിമയുണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ പോസ്റ്റിലൂടെയാണ് അറിഞ്ഞത്. 40 ദിവസത്തെ വർക്ക് പുള്ളി ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ബാക്കിൽ. അവർ ഫുൾ ടീം ജാവ ചെയ്തപ്പോൾ എനിക്കറിയാം കറക്റ്റ് എങ്ങനെയാണ്. ജാവയും സൗദി വെള്ളക്കൊക്കെ ചെയ്തപ്പോൾ അവർ ഫ്ലാറ്റ് എടുത്ത് അവർ അസിസ്റ്റൻസ് അസോസിയേറ്റ്സ് എല്ലാം കൂടി ഇരുന്ന് ഡിസ്കസ് ചെയ്ത് പൊളിക്കേണ്ടത് പൊളിച്ച് തന്നെ. അവിടെ ഞാൻ എഴുതിയ സ്ക്രിപ്റ്റാണ് ഇത് തന്നെ ഷൂട്ട് ചെയ്യണമെന്ന് തരുന്ന ഒട്ടും നിർബന്ധമില്ല. അപ്പോൾ ആ പുള്ളി എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻസ് പുള്ളി അക്സെപ്റ്റ് ചെയ്യും. എന്നിട്ട് പുള്ളിക്ക് തോന്നുന്ന ഷൂട്ട് ചെയ്യുള്ളൂ, പക്ഷെ അത് അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ, നല്ലതാണെങ്കിൽ. അങ്ങനെ അതൊരു മൈൻഡ്. അങ്ങനത്തെ ഡയറക്ടറാണ് അരുൺ ബോസ്. ലൂക്കയൊക്കെ ചെയ്ത അഞ്ചേട്ടൻ എൻ്റെ നല്ല സുഹൃത്താണ് അദ്ദേഹം. ലൂക്കയിൽ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ, ഒരു ടോവിയുടെ ഫ്രണ്ടായിട്ടൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ചെറിയ ക്യാരക്ടറാണ്. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കഥാപാത്രം തിരിച്ചറിയപ്പെടുക എന്നുള്ള കാര്യം ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം, തിരിച്ചറിയപ്പെടണമെങ്കിൽ അല്ലേ? അത് ശരിയുള്ള ഒരു കാര്യം. ഞാനത് എക്സ്പീരിയൻസ് ചെയ്തത് ജാവയിൽ എക്സ്പീരിയൻസ് ചെയ്തു. തിയേറ്ററിൽ വന്നിട്ട് ഞാൻ നോക്കും എന്നെ ആരെങ്കിലും തിരിച്ചറിയുണ്ടോ, ഇല്ലെങ്കിൽ ഇൻ്റർവെല്ലിന് പയ്യെ ടോയ്ലറ്റിലേക്ക് പോകും, തിരിച്ചു വരും. ചില സ്ഥലത്ത് തിരിച്ചറിയും, ചിലർ നമ്മളെ ശ്രദ്ധിക്കുമല്ലോ ഓട്ടോമാറ്റിക്കലി, ചിലർ ശ്രദ്ധിക്കും. അങ്ങനെ ശരിക്കും എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത് കൂമന നന്നായിട്ട് എക്സ്പീരിയൻസ്. ഇപ്പം ജയഗണേഷ് നന്നായിട്ട് തന്നെ തൊട്ടടുത്തിരുന്ന ആളിങ്ങനെ എന്തോ കളിച്ചിട്ട് ഇങ്ങനെ നോക്കി ഞാൻ തന്നെ. അപ്പോൾ പിന്നെ പുള്ളി എന്നെ തന്നെ തോന്നി, ഞാൻ പറഞ്ഞു കാണുമോ, കണ്ടിട്ട് ലാസ്റ്റ് സംസാരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഒക്കെ ഇപ്പോൾ പുരസ്കാരം കിട്ടുന്നതിനെക്കാട്ടുള്ള വലിയൊരു കാര്യമല്ലേ തിരിച്ചറിയപ്പെടുന്നത്, ആൾക്കാർ തിരിച്ചറിയാന്നുള്ള ഒരു സുഖം. അപ്പോൾ സിനിമ കാര്യങ്ങളൊക്കെ പറ്റി പറഞ്ഞു. ഫാമിലിയുടെ കാര്യങ്ങളൊക്കെ എന്തൊക്കെ പറയാം? അച്ഛൻ, അമ്മ, വൈഫ്, മോള്, ഇതാണ് എൻ്റെ ഫാമിലി എന്ന് പറയുന്നത്. മോള് 2.5 വയസ്സ് കഴിഞ്ഞു. വൈഫ് നേവിയിൽ മെഡിക്കൽ സോഷ്യൽ വർക്കറായിട്ട് ജോലി ചെയ്യുന്നു. അമ്മ ഇപ്പോൾ ഹൗസ് വൈഫാണ്, എന്നാലും കഥാപ്രസംഗമൊക്കെ ഇത്തവണ നമ്മൾ 3-4 പരിപാടികളൊക്കെ നടത്തി. അച്ഛന് ഇച്ചിരി ബിസിനസ് പരിപാടികളൊക്കെ ഉണ്ട്. അങ്ങനെ പോകുന്നു ഫാമിലിയൊക്കെ. വീട്ടിൽ ചർച്ച ചെയ്യാറുണ്ടോ സിനിമയിലത്തെ കഥാപാത്രങ്ങളെ പറ്റിയിട്ടൊക്കെ? അങ്ങനെയൊന്നുമില്ല, ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യും. അമ്മയുടെ കുറേ അഭിപ്രായങ്ങളുണ്ടാവും, നീ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയും. ചില സിനിമയെ കണ്ടിട്ട് കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യാമായിരുന്നു എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ട്. അച്ഛൻ അങ്ങനെയൊന്നും പറയില്ല, അച്ഛന് ഇഷ്ടമാണ് അതൊക്കെ കാണുന്നത്. അച്ഛനെ ഞാനൊരു ഷോർട്ട് ഫിലിമിൻ്റെ ഏതോ പണ്ട് അഭിനയിക്കാൻ പോയപ്പോൾ ഒരാളെ പരിചയപ്പെട്ടിട്ട് ആളെന്നോട് പറഞ്ഞു, ഞാൻ പണ്ട് എൻ്റെ വിനോദിൻ്റെ വീടിൻ്റെ അടുത്തുള്ള സ്ഥലത്ത് ഞാൻ വന്നിട്ടുണ്ട്. പുള്ളി എന്നോട് പറയാം, അവിടെ ഒരു പാറ ഉണ്ടായിരുന്നു, അവിടെ ഒരു ചന്ദ്രബോസ് ഉണ്ടായിരുന്നു, ഒരു ചാക്കോ ഉണ്ടായിരുന്നു, ഞങ്ങൾ 3 പേരും കൂടെ സിനിമയ്ക്ക് പോകുമായിരുന്നു എന്നൊക്കെ ഇതായിരുന്നു പറയാം. ചന്ദ്രബോസിൻ്റെ മകനാണ് ഞാൻ. പുള്ളി അറിയണില്ല, പക്ഷെ പുള്ളി ഇരുന്നിട്ട് പറയാം. അപ്പോൾ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് വന്നിട്ട് ചന്ദ്രബോസ് പാറ വന്നിട്ട് അഭിനയിച്ച് കാണിക്കുമായിരുന്നു. അപ്പം ലാലു അലക്സിൻ്റെ ഒക്കെ സൗണ്ട് ചെയ്യുമായിരുന്നു. എനിക്കങ്ങനെ എൻ്റെ അപ്പനെ എനിക്ക് അങ്ങനെ അറിയാനേ പാടില്ല. എൻ്റെ അച്ഛൻ അങ്ങനെ ഒന്നും ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല, ഒരു മിമിക്രി ഒന്നും ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. സിനിമയോട് ഇൻട്രസ്റ്റ് കാണിച്ച് കണ്ടിട്ടില്ല. ലാലേട്ടൻ്റെ ഇടിപ്പടങ്ങളൊക്കെ ഇരുന്ന് കാണും, സുരേഷ് ഗോപിയുടെയൊക്കെ, അല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പം ഞാനിങ്ങനെ വന്നിട്ട് ഞാൻ പുള്ളിയോട് പറഞ്ഞു, ഞാൻ ചന്ദ്രബോസിൻ്റെ മകനാണ് ഞാനെന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ ഇങ്ങനെ ചോദിച്ചു, അച്ഛൻ ലാലു അലക്സിൻ്റെ സൗണ്ടൊന്നും കാണിച്ചിരുന്നു. പുള്ളി ഇങ്ങനെ നോക്കിയിട്ട് വെയിറ്റ് പൊക്കളാന്ന് പറഞ്ഞു. പുള്ളി ചെയ്യില്ല, പക്ഷെ പുള്ളിയാണത് ചെയ്തിരുന്നതെന്ന് എനിക്ക്. പക്ഷെ അപ്പോൾ എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ചോദിച്ചാലും പുള്ളിയാ കുഴപ്പമില്ല എന്നൊക്കെ പറയുള്ളൂ. അപ്പോൾ ഫാമിലിനെ പറ്റി പറഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ ഏതൊക്കെയാണ് അപ്കമിങ് പ്രോജക്ട്സ് എന്ന് പറയുന്നത്? അപ്കമിങ് പ്രോജക്ട്സ് ഇപ്പോൾ ജസ്റ്റ് ഞാൻ ചെയ്ത് കഴിഞ്ഞ പടം ഒരു പോക്കൻ എന്ന് പറഞ്ഞിട്ട് ഇന്ദ്രൻ സേട്ടൻ ജാഫ്രിക്ക അവരുടെ കൂടെ ഒരു SI ആണ് കേട്ടോ, പോലീസാണ്. അതിനകത്തൊരു വ്യത്യാസമുണ്ട്. ഞാൻ സ്റ്റണ്ട് ചെയ്തിട്ടില്ല, ചെറിയൊരു സ്റ്റണ്ട് അത് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ചേസിങ് പരിപാടി, ഓട്ടം പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ സ്റ്റേഷനകത്ത് ഒരു പോലീസുകാരനായിട്ട് ഞാൻ ചെയ്തിട്ടില്ല. സ്റ്റേഷനകത്ത് ഉണ്ട്, കൂമനിലുണ്ടെങ്കിൽ കൂടി അവിടുത്തെ SI ആണല്ലോ മെയിൻ ആൾ, ഞാനാണല്ലോ. മറ്റേ കോൺസ്റ്റബിളാണ് മെയിൻ, ഞാനല്ല എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ കുറേ പരിപാടികൾ ചെയ്തു. അതായത് പോലീസിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള പോലീസ് ചെയ്തു. പിന്നെ ഞാൻ പറഞ്ഞില്ല, മജീഷ്യൻ എന്ന് പറഞ്ഞ പടം ഓൺ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഷൂട്ട് പല കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കണം. പിന്നെ ജീന്തോൾ എന്ന് പറഞ്ഞ പടം, പിന്നെ ആബേൽ ഇറങ്ങാനുണ്ട്, സൗബിൻ്റെ കൂടെ ചെയ്ത പടം. ഇതെല്ലാം വലിയ പ്രതീക്ഷയോടെ നോക്കി കാണുന്നു. കൈ നിറയെ സിനിമകൾ ഉണ്ട് അല്ലേ? കൈ നിറയില്ല, കുറച്ച് അങ്ങനെ അത്രയും ബിസി അല്ല, പക്ഷെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ദൈവാനുഗ്രഹം കൊണ്ട് വരുന്നതൊക്കെ ഇച്ചിരി വ്യത്യാസമുള്ള പരിപാടികളാണ് വരുന്നത്.
ഇപ്പോൾ നമുക്ക് ഇത്ര നേരം കുറേ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് കുഴപ്പിച്ചു. അപ്പോൾ നമുക്കൊരു ടാസ്ക് ചെയ്താലോ? ടാസ്ക് എന്ന് പറയാൻ പറ്റില്ല. അതായത് ഇപ്പോൾ സുരേഷ് ഗോപിയുടെ സിനിമയൊക്കെ കാണാറുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ മറവിയുടെ ആളാണ് കേട്ടോ. കുഴപ്പമില്ല. ഇപ്പോൾ സുരേഷ് ഗോപിയുടെ സിനിമകളൊക്കെ കാണാറുണ്ട്, പോലീസ് കഥാപാത്രങ്ങളൊക്കെ കാണാറുണ്ട്. ഇപ്പം പല ഡയലോഗുകളും പല ആളുകൾക്കും അത് കാണാപ്പാടാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ സുരേഷ് ഗോപിയുടെയോ അല്ലെങ്കിൽ മോഹൻലാലിൻ്റെയോ അല്ലെങ്കിൽ ഏത് ആക്ടറിൻ്റെ ഒരു പോലീസ് കഥാപാത്രം ചെയ്ത് ഒരു ഡയലോഗ് പറയാൻ പറ്റുമോ? ഇപ്പോൾ ഏതായിരിക്കും ഞാൻ ആദ്യം പറയാൻ ശ്രമിക്കുക? സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അറിയാം, കമ്മീഷണർ മ്യൂസിക്കും വരും. പിന്നെ നമ്മുടെ മോഹൻ തോമസിന്റെ ഉച്ചിഷ്ടോമയത്തെയും കൂട്ടിക്കുഴച്ച് മൃഷ്ടാനം വെട്ടിമിഴുങ്ങി അല്ലേ? ആ ഡയലോഗ് ആയിരിക്കുമല്ലോ. ഡയലോഗ് തന്നെയാണ്. അത് കുറച്ചുകൂടി പറയാം. പിന്നെ മൃഷ്ടാനം വെട്ടിമിഴുങ്ങി അല്ല, ആസനത്തിൽ വാലും ചുരുട്ടിയിരിക്കുന്ന നിന്നെ പോലെയുള്ള ആ പേര് ചേരൂ. ഐ ആം ഭരത് ചന്ദ്ര. റിമെമ്പർ ദാറ്റ്. ആ എക്സ്പ്രഷൻ കൂടി വേണം. റിമെമ്പർ ദാറ്റ്. അതല്ലേ. പിന്നെ അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും ഡയലോഗ് പറയാൻ പറ്റുമോ? സുരേഷ് ഏട്ടൻ്റെ അല്ലാതെ എനിക്ക് വർഗമൊക്കെ ഇഷ്ടപ്പെട്ട സിനിമ. പക്ഷെ എനിക്ക് ഡയലോഗുകൾ, എൻ്റെ ഒരു മെയിൻ പ്രശ്നം സിനിമയായിട്ട് ഒരു ബന്ധമില്ലാത്ത എൻ്റെ ഒരു സുഹൃത്തുണ്ട്. മേളക്കാരനാണ്, ചന്തയൊക്കെ ചെയ്യണ ആളാണ്. അവൻ സിനിമയുടെ എല്ലാ ഡയലോഗും പറയും, കണ്ട സിനിമകളുടെ ഡയലോഗ്, കോമഡി സീൻസ്. ഞാൻ ആണെങ്കിൽ അതേത് സിനിമ, നമ്മൾ സിനിമ ഭ്രാന്തനാണെങ്കിലും അഭിനയമോഹിയാണെങ്കിലും എൻ്റെ മനസ്സിൽ ചില സാധനങ്ങളൊക്കെ തങ്ങിക്കുള്ളൂ, ചിലതൊക്കെ എൻ്റെ മനസ്സിലുണ്ടാവുള്ളൂ. എനിക്ക് അങ്ങനത്തെ പിന്നെ അതാ ഓർമ്മയുണ്ടോ ഈ മുഖം? ഓർമ്മ കാണില്ലെന്നറിയാം. അതൊക്കെയല്ല, അത് പൊതുവെ എല്ലാവരും കാണിച്ചു കണ്ടൊക്കെ കയറുകയായിരിക്കും. ഓക്കെ. അപ്പോൾ ഇനിയിപ്പോൾ ഏതെങ്കിലും കഥാപാത്രം ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു കഥാപാത്രം ചെയ്താൽ ഞാൻ നല്ലതായിരിക്കും എന്ന് എങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഞാൻ പൊങ്ങച്ചായിട്ട് പറയാന്ന് വേണമെങ്കിൽ കൂട്ടിക്ക് കുഴപ്പമില്ല. പൊങ്ങച്ചല്ല, എനിക്കെല്ലാം ചെയ്യാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. അത് ഭയങ്കര കോൺഫിഡൻസാണ്. അത് ഡ്രൈവാണ്. നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകാനുള്ളൊരു മൂഡാതാ. ഇപ്പം എൻ്റെ ഇപ്പോൾ ഡയറക്ടേഴ്സ് സുഹൃത്തുക്കളൊക്കെ ഉണ്ടല്ലോ, ചെയ്ത പടങ്ങളുടെയും ഇപ്പം ഞാൻ ചെയ്ത പടങ്ങളുടെയും ഇനി അതല്ലാണ്ട് ഞാൻ ചെയ്യാത്ത ഒരുപാട് ഡയറക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ മെസ്സേജ് അയക്കുമ്പോഴോ കോൾ ചെയ്യുമ്പോഴൊക്കെ ഞാൻ പറഞ്ഞാൽ, നിങ്ങൾ എന്ത് പരിപാടി എൻ്റെ ഏജിനും എൻ്റെ ഒരു അങ്ങനെയാണ് നോക്കണം. എനിക്കിപ്പോൾ 90-കാരനോ 60-കാരനൊക്കെ തന്നാൽ വലിയ പാടായിരിക്കും, നിങ്ങൾ പറഞ്ഞ് ഫലിപ്പിക്കാൻ വലിയ പാടായിരിക്കും. എൻ്റെ ഏജിന് പറ്റുന്ന എന്ത് പരിപാടി വന്നാലും ഞാൻ മാക്സിമം ട്രൈ ചെയ്യും, എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഞാൻ അങ്ങോട്ട് പറയുന്നുണ്ട്. ചിലത് കൊള്ളും, ചിലത് കൊള്ളില്ല, ഇങ്ങനെ ഫോൾസ് ആയിട്ട് പോകും. അങ്ങനെ കോൺഫിഡൻസ് എനിക്കുണ്ട്, ചെയ്യാൻ പറ്റും. കുറച്ച് ട്രൈ ചെയ്യേണ്ടി വരും, എന്നാൽ പോലും ഞാൻ അതിന് വേണ്ടി മാക്സിമം പണിയെടുക്കും. ഇപ്പം നിലനിൽക്കുന്ന പറഞ്ഞാൽ കയറി ആ വള്ളത്തിലേക്ക് കയറിയിട്ടേ ഉള്ളൂ, ഒരുപാട് ട്രാവൽ ചെയ്യാനുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നിരവധി പോലീസ് കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ അതല്ലാതെ മുഴുനീള കഥാപാത്രങ്ങൾ കിട്ടട്ടെ പല സിനിമകളെന്ന് ഞാൻ ആശംസിക്കുകയാണ്. അപ്പോൾ ഇത്ര നേരം ഞങ്ങളോടുകൂടി കുറച്ചു നേരം സംസാരിച്ചതിന് വളരെയധികം നന്ദി സാർ. താങ്ക് യു. അപ്പോൾ ബാക്ക് മീഡിയയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എനിക്കിങ്ങനെ ഒരു സ്പേസ് നിങ്ങൾ തന്നതിൽ ഒരുപാട് സന്തോഷം. എല്ലാ പ്രേക്ഷകർക്കും ഒരുപാട് നന്ദി. താങ്ക് യു.